أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഷർഹ് റാത്തിബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സാദാത്യങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 28ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്ന് ഇതെല്ലാം ഖബൂൽ ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം 5ാമത്തെ ഫായിദയിൽ മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന കീടങ്ങളായ ക്യാൻസറുകളായ ഹസദ്, കിബർ, റിയാ പോലത്തതിനെ കുറിച്ചായിരുന്നല്ലോ. അതിനെ ആസ്പദപ്പെടുത്തി വലിയൊരു ദീർഘമായ ഒരു ഹദീസാണല്ലോ നമ്മൾ വായിച്ചത്. ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ അബ്ദുല്ലാഹ് ബിൻ മുബാറക് എന്ന് പറയുന്ന മഹാനവറുകളാണ് ഈ ഹദീസ് നമുക്ക് എത്തിപ്പെട്ടത്. ആ ഹദീസിലൂടെ ഒരു ദീർഘമായ ഉപദേശം തന്നെ, സംഭവം തന്നെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 7 ആകാശങ്ങളിൽ കയറിച്ചെല്ലേണ്ട അമലുകൾ 4 ആകാശത്തിലേക്ക് എത്തുകയും ആ 4 ആകാശങ്ങളെയും ഏൽപ്പിക്കപ്പെട്ടതായ മലായിക്കത്തുകൾ അതിനെ ഇങ്ങോട്ട് തിരിച്ചു വിടുകയും അതിന് ഓരോന്നിനും ഓരോ കാരണങ്ങളും വിവരിക്കുകയും ചെയ്തു. ബാക്കി ഇൻഷാ അല്ലാഹ് തുടരട്ടെ. ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വതസ്അദുൽ ഹഫളതു ബിഅമലിൽ അബ്ദി. ഭൂമി ലോകത്തിൽ നിന്ന് ഒരു അടിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുമായി ആ അമലുകൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ ഹഫളത്തിന്റെ മലായിക്കത്തുകൾ അതുമായി വാനവലോകത്തേക്ക് കയറുകയാണ്. ഹത്താ യുജാവിസു ബിഹി ഇല സമാഇൽ ഖാമിസതി. 1, 2, 3, 4 കഴിഞ്ഞുപോയി 5ാമത്തെ ആകാശത്തിലേക്ക് ഈ അമലുമായി മലായിക്കത്തുകൾ അതാ എത്തുന്നു. കഅന്നഹുൽ അറൂസുൽ മസ്ഫൂഫത്തു ഇലാ ബഅലിഹാ. ആ കൊണ്ടുപോകപ്പെടുന്ന അമലിന്റെ രീതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പുതിയ പെണ്ണ് അഥവാ പുതുക്ക പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിലേക്ക് അണിഞ്ഞു ഒരുങ്ങി ഭംഗിയായി നിൽക്കുന്ന ഒരു പുതിയ പെണ്ണ് എങ്ങനെയായിരിക്കും? സുന്ദരിയായിരിക്കില്ലേ? ഇഷ്ടപ്പെടുകയും ചെയ്യൂലേ ഭർത്താവ്? ആ രീതിയിൽ ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് അമൽ. അത്രയും കാണാം ചന്തമുള്ള ഒരു അമൽ. ആ അമലുമായി കൊണ്ടാണ് കേറിപ്പോകുന്നത്. 5ാം ആകാശത്തേക്ക് എത്തി. മലക്കുൽ മുവക്കലു ബിഹാ. അവിടെ എത്തുമ്പോൾ അതിനാൽ ഏൽപ്പിക്കപ്പെട്ട 5ാമത്തെ ആകാശത്തിൽ ഏൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട്. ആ മലക്കഥ ഈ ഹഫദത്തിനോട് പറയുകയാണ്, ഖിഫു, നിങ്ങൾ നിൽക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഞാൻ അനുമതിക്കുകയില്ല, അനുമതി തരികയില്ല, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓദിരിഭൂ, ഈ മലക്ക് പറയുകയാണ്, ബിഹാദൽ അമൽ, നിങ്ങൾ ഈ അമലുമായി തിരിച്ചു പോവണം, ഇങ്ങോട്ട് കയറാൻ അനുമതിയില്ല. വജ്ഹ സ്വാഹിബിഹി, തിരിച്ചു പോയിട്ട് ഈ അമലുമായി അത് ചെയ്ത ആളുടെ മുഖത്ത് കൊണ്ടുപോയി അടിക്കണം. ഗൗരവമായി തന്നെ പറയുന്നു, വഹ്മിലുഹു അലാ ആതിഖിഹി, അവന്റെ പെരടിയിൽ കൊണ്ടുപോയി കെട്ടിടുകയും വേണം. ഈ അമൽ അവൻ തന്നെ എടുത്തോട്ടെ, രാജാതിരാജനായ റബ്ബ് സ്വീകരിക്കുകയില്ല. എന്നിട്ട് പറയുന്നു ഈ മലക്ക്, അനൽ മലക്കുൽ മുഅക്കലു ലിൽ ഹസദ്, അസൂയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്നഹു കാന യഹ്സുദു മൻ യതഅല്ലമു വയഅമലു ബിമിസ്ലി അമലിഹി എന്നാ. ആരൊക്കെയോ വിജ്ഞാനം തേടുന്നുവെങ്കിൽ അത്തരം ആളുകളോടും ഇവൻ ചെയ്യുന്ന അമല് പോലെ ആരൊക്കെയോ അമൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളോടും ഇദ്ദേഹം അസൂയ വെക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ അസൂയയായിരുന്നു. ഈ അസൂയ വെച്ചുകൊണ്ട് ചെയ്ത അമലുകളാണ് ഈ അമലുകൾ. ഇത് എത്ര ഭംഗിയായിട്ടും കാര്യമില്ല. ഇതിന്റെ ഉടമ ഈ അമലിന് അർഹനല്ല, അതിന് സവാബില്ല. അതല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? അസൂയ വെച്ചു കഴിഞ്ഞാൽ
ആ അസൂയുള്ള സംഗതി ഉണ്ടെങ്കിൽ അവൻ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും തീയിൽ വെച്ച് തീ കത്തി തിന്ന് ചാമ്പലാകുന്ന വിറക് പോലെ അവന്റെ എല്ലാ അമലുകളും ചാരമായി പോകുമെന്ന് ഉദാഹരണ സഹിതം ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഈ ഗതി. അമലത്ര സുന്ദരമാണ്, അത് വേണ്ട, ഇതിന് അവകാശി അവൻ ശരിയല്ല, അവന്റെ അമലുമായി അവൻ പോവട്ടെ, ഇതിന് പ്രതിഫലം നൽകാൻ പറ്റുകയില്ല. നല്ലതായിരിക്കുന്ന ഇബാദത്തുകൾ ആരൊക്കെ ചെയ്യുന്നുവോ അത്തരം ആളുകളോട് മുഴുവനും ഇദ്ദേഹം അസൂയ വെക്കുന്ന ആളായിരുന്നു. അത്തരം ആളുകളിൽ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് അസൂയപരമായി ജീവിക്കുന്ന ആളായിരുന്നു. അമറനി റബ്ബി അല്ലാ അദഅ അമലഹു യുജാവിസുനി ഇലാ ഗൈരി. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ ഒരിക്കലും അനുമതി ഞാൻ തരുകയില്ല. എന്റെ റബ്ബ് എന്നോട് ഏൽപ്പിക്കപ്പെട്ട കാര്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ അമലുമായി മുകളിലേക്ക് പോവണ്ട, കീഴ്പോട്ട് പോയിക്കോളൂ, ഇവിടുന്ന് അങ്ങോട്ട് വിടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അഞ്ചാനാകാശത്തെ പാറാവുകാരനായി ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുമ്പോൾ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അമലിന്റെ സ്ഥിതി എന്തായിരിക്കും? ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്ന നല്ല അമലുകൾ. പക്ഷേ ഈ പറഞ്ഞതൊക്കെ മനസ്സിന്റെ അകത്തളത്തിലുണ്ടെങ്കിൽ എന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടാവുക? അല്ലാഹുത്തആലക്ക് അമല് വേണ്ട, അല്ലാഹുത്തആല അത് സ്വീകരിക്കുന്നില്ല. ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അതേ രീതിയിൽ അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരായ മലായിക്കത്തുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളാവുന്ന ഈ അടിയങ്ങൾ എന്തായിരിക്കും സ്ഥിതി? മഹാനായ നബി തങ്ങൾ തുടരുന്നു. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അഞ്ചാനാകാശം കഴിഞ്ഞു, ഇനി 6ഉം 7ഉം ബാക്കി നിൽക്കുന്നു. എന്താണ് അവിടുത്തെ നിലപാടെന്ന് നമുക്ക് പരിശോധിക്കാം. ഹഫളത്തിന്റെ മലായിക്കത്ത് ഈ അടിമയുടെ അമലുമായി കയറിപ്പോവുകയാണ്. എന്താണ് അമലിന്റെ സ്വഭാവം? ലഹു ലൗഉൻ കലൗഇ ശംസി, സൂര്യപ്രകാശം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ ചെയ്തതായ അമൽ. നല്ല തിളക്കമാണ്. ഏതൊക്കെയാണ് അമൽ? നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, യുദ്ധം, നോമ്പ്, ഇങ്ങനെയെല്ലാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ തിളക്കമാണത്. അതുമായി കൊണ്ട് ഹഫളത്തിന്റെ മലായിക്കത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹഫളത്തിന്റെ മലായിക്കത്തിന് ഈ അമല് കൊണ്ട് കയറുക എന്നല്ലാതെ ചെക്ക് ചെയ്യാനുള്ള അവകാശമൊന്നും ഇവിടെയില്ല. അതിന് ഓരോ ഭാഗത്തേക്കും ചെക്ക് ചെയ്യുവാൻ അല്ലാഹു തആല വെച്ചിരിക്കുകയല്ലേ. ഫയുജാവിസൂന ബിഹി ഇലസ്സമായി സാദിസതി, 6ആനാകാശം വരെ ഈ അമലുമായി മലായിക്കത്തുകൾ നേരെ പോയി 6ആനാകാശം വരെ എത്തി. ഇപ്പോ ഇവിടെ ഒന്നും ചെക്കില്ല. 6ആനാകാശത്തേക്ക് എത്തുമ്പോഴാണ് ചെക്കിംഗ് ഉള്ളത്. ഫയഖൂലുൽ മലക്കുൽ മുഅക്കലു ബിഹാ, 6ആനാകാശം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ മലക്കഥ അവിടുന്ന് പറയുന്നു, ഖിഫൂ, നിങ്ങൾ നിൽക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ ഞാൻ അനുവദിക്കുകയില്ല. വദ്രിബൂ ബിഹാദൽ അമൽ, ഈ അമലുമായി നിങ്ങൾ തിരിച്ചു പോവണം, എന്നിട്ട് അടിക്കണം. വജ്ഹ സ്വാഹിബിഹി, ഈ അമൽ ചെയ്തതായിരിക്കുന്ന ഉടമയുടെ മുഖത്ത് നിങ്ങൾ അടിക്കണമെന്ന് ആ മലക്ക് പറയുകയാണ്. മറ്റുള്ള മലക്കുകൾ പറയുന്നത് പോലെ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് എന്ന് മാത്രം. അന സാഹിബുർ റഹ്മ, ഞാൻ റഹ്മത്തിന്റെ ഉടമയാണ്, കരുണ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. ഇന്നഹു കാന ലാ യർഹമു ഇൻസാൻ ഖത്തു മിൻ ഇബാദില്ലാഹി തആല, അള്ളാഹുവിന്റെ അടിയങ്ങളിൽ നിന്ന് ഒരാളോടും ഒരിക്കലും ഈ മനുഷ്യൻ കരുണ കാണിച്ചിട്ടില്ല. നഊദുബില്ലാഹ്. കരുണയുടെ വില നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകിയ മനസ്സിന്റെ അകത്തളത്തിലുള്ള കരുണ അത് അള്ളാഹു നൽകുന്ന ഒരു ഔദാര്യമാണ്. അതെല്ലാവർക്കും ചെയ്യാണ് എന്ന് ഒരിക്കൽ ഹബീബായ നബിയുടെ സാന്നിധ്യത്തിൽ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അവിടുത്തെ 2 പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരെ എടുത്തു ചുംബിച്ചു. ഈ ചുംബനം കൊണ്ട് കണ്ടപ്പോൾ അഖ്റ ബിൻ ഹാബിസ് എന്നവര് പറയുന്നു, എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഒരിക്കലും ഞാൻ അവരെ ചുംബിച്ചിട്ടല്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താ? അതൊക്കെ അല്ലാഹു തആല നൽകുന്ന ഔദാര്യമാണ്. അങ്ങനെ കരുണ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ നിർഭാഗ്യവാനാണ് എന്നല്ലേ പറഞ്ഞത്? അത്രയും വലിയതായിരിക്കുന്ന ഒരു ഗുണമാണ് റഹ്മത്ത്. ആ റഹ്മത്തിന്റെ ഉടമയായ ഞാൻ ഇയാൾ അമലുമായി പരിശോധിക്കുമ്പോൾ, ഇയാളെ കുറിച്ച് നോക്കുമ്പോൾ ഇയാൾ ആരോടും കരുണ ചെയ്തിട്ടില്ല. അസാബഹു ബലാഉൻ ഔ ളുർറുൻ,
ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ല ബുദ്ധിമുട്ടോ പ്രയാസോ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് വെക്കുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ പണി എന്താണെന്നറിയാമോ? ബൽക്കാന യശ്മതു ബിഹി, അവനെ കൊണ്ട് വളരെ സന്തോഷിക്കുക. ഇത് വലിയൊരു അപകടമല്ലേ? നമ്മുടെ സഹജീവികളോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും വിഷമത്തിലായാൽ അവരുടെ വിഷമം തീർത്തുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടവരും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരേണ്ടവരുമായ നമുക്ക് സുഖം വേണം, മറ്റുള്ളവർക്ക് സുഖമൊന്നും പാടില്ല. ഓല വിഷമം കണ്ട് സന്തോഷിക്കുക. അങ്ങനെ നിസ്കരിച്ചിട്ടെന്താ കാര്യം? അതാണ് പറയുന്നത്, മറ്റുള്ളവരുള്ള മനസ്സ് കരുണയില്ല എങ്കിൽ അമല് കൊണ്ട് പ്രയോജനമില്ല. അനമലക്കുർ റഹ്മത്തി, ഞാൻ റഹ്മത്തിന്റെ മലക്കാണ്, റഹ്മത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവനാണ്. അമറനി റബ്ബി അല്ലാ അമലുഹു യുജാവിസുനി ഇലാ ഗൈരി, അതുകൊണ്ട് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഇത്തരം ആളുകളുടെ അമലുമായി ഇവിടുന്ന് അങ്ങോട്ട് വിടാൻ പാടില്ല. ഇതുവരെ പ്രമോഷൻ ഉള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ അവർക്ക് എന്തില്ല, പ്രമോഷൻ നൽകാൻ പാടില്ല. പോവട്ടെ, പ്രവേശനമില്ല, കീപ്പോട്ട് പോവട്ടെ, പോയിട്ട് തിരിച്ചു വിടൂ, അമല് വേണ്ട. 6 കഴിഞ്ഞു. എന്താണ് 7ാമത്തെ ആകാശത്തിന്റെ നിലപാട്? മഹാനായ നബി തങ്ങൾ പറയുന്നു, ഏഴാം ആകാശത്തേക്ക് ഈ ദുനിയാവിൽ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമയുടെ അമലുമായി ഹഫളത്തിന്റെ മലായിക്കത്തുകൾ കയറുകയാണ്. ഇയാൾ ചെയ്ത അമൽ എന്തൊക്കെയാണ്? മിസ്വലാത്തിൻ, നിസ്കാരമുണ്ട്, വഖിയാമിൻ, രാത്രി മുഴുവൻ നിസ്കരിച്ചതുമുണ്ട്, വനഫഖത്തിൻ, നല്ല വഴിക്ക് ചെലവഴിച്ചതുമുണ്ട്, വജിത്തിഹാദിൻ, വളരെ അധ്വാനിച്ച ശ്രമങ്ങളും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതുമുണ്ട്, വറഇൻ, നല്ല സൂക്ഷ്മതയുമുണ്ട്. ഇതെല്ലാം ഉള്ളതായ അമലുമായി കൊണ്ടാണ് ഈ അടിമയുടെ അമൽ കയറിപ്പോകുന്നത്, അമലത്തിന്റെ മലായിക്കത്തുകൾ. എന്നാൽ ഈ അമലിന് എന്താ പ്രത്യേകത? വലഹു ദവിയുൻ കദവിയിൻ നഹ്ലി, തേനീച്ചകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന മൂളക്കം പോലത്തെ ശബ്ദം ഇതിനുണ്ട്. വലൗഉൻ കലൗഇ ശംസി, സൂര്യത്തിന്റെ പ്രകാശം തിളങ്ങുന്നത് പോലെയുള്ള തിളക്കവും ഇതിനുണ്ട്. ഈ 2 വിശേഷണമുള്ളതായ അമലുമായി കൊണ്ടാണ് ഈ അടിമയുടെ അമലുമായിട്ട് ഹഫളത്തിന്റെ മലായിക്കത്തുകൾ പോകുന്നത്. പോരാ, മഅഹു 3000 മലക്കി യുശയ്യിഊനഹു, ഈ മലക്കുകളെ കൂടെ 3000 മലക്കുകൾ ഈ അമലിനെ പരിപാലിച്ചുകൊണ്ട് കൂടെ അണിയിച്ചുകൊണ്ട് കൂടെ മലായിക്കത്തും വേറെയുമുണ്ട്. ഇങ്ങനെ 3000 മലക്കുകളുടെ അകമ്പടികളോടെ കൂടെ സൂര്യപ്രകാശം തിളങ്ങുന്നത് പോലെയുള്ള തിളക്കമുള്ള തേനീച്ചയുടെ മൂളക്കം പോലെയുള്ള അമൽ കയറിക്കൊണ്ട് പോവുകയാണ് ഹഫളത്തിന്റെ മലായിക്കത്തുകൾ. 5ഉം 6ഉം കഴിഞ്ഞു. എന്നിട്ട് എവിടെ എത്തിയവർ എന്നറിയാമോ? ഫയുജാവിസൂന ബിഹി ഇലസ്സമാഇ സാബിഅ, 7 ആകാശം വരെ എത്തി. 7ാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മലക്കിന്റെ മറുപടി എന്താ? ഫയഖൂലുഹുൽ മലക്കുൽ മുഅക്കലു ബിഹാ, 7ാമത്തെ ആകാശം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് അവരോട് പറയും, ഖിഫു, മലക്കുകളെ നിങ്ങൾ നിൽക്കണം, വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി, ഈ അമലിന്റെ ഉടമ ഭൂമിയിലുണ്ടല്ലോ, തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി അമൽ അവന്റെ മുഖത്തേക്ക് എറിയൂ. വദ്രിബു ബിഹി ജവാരിഹു, അവന്റെ സർവ്വ അവയവങ്ങളെയും ഈ അമൽ കൊണ്ട് അടിക്കൂ. വഖുഫുലു അലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിന് പൂട്ടിടൂ. ഇത്രയും വലിയ ഗൗരവത്തോടു കൂടിയാണ് ആ മലക്ക് ഇവരോട് പറയുന്നത്. അപ്പൊ 7 വിഭാഗവും 7 ആകാശത്തേക്ക് എത്തുകയും 7 വിഭാഗത്തിന്റെ അമലുകൾ തിരിച്ചയക്കുകയും നല്ല സുന്ദരമായ അമലുകളാണ്. പക്ഷേ അവരുടെയൊക്കെ ഹൃദയം മോശമായതുകൊണ്ട് ആ അമലിന് അംഗീകാരമില്ല. മനസ്സിലാക്കാൻ ഇതുപോലെ നമുക്ക്. അപ്പൊ നമ്മുടെയൊക്കെ നിലപാട് നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ മഹലായ ഫضല് കൊണ്ട് അള്ളാഹു നമ്മെ ഏവരെയും സംരക്ഷിക്കുമാറാവട്ടെ. അമല് കൊണ്ട് കഴിച്ചിലാകുമെന്ന് ആരും കരുതേണ്ടതില്ല. ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് പറയട്ടെ, അതല്ലേ ഒരിക്കൽ ഹബീബ നബി തങ്ങൾ പറഞ്ഞത്, അമല് കൊണ്ട് കഴിച്ചിലാകുമെന്ന് ആരും വിചാരിക്കണ്ട, റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടേ കഴിച്ചിലാകൂ, രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇത് പറയുമ്പോൾ സദസ്സിൽ നിന്ന് നബിന്റെ സഹധർമ്മിണിയായ ഒരാൾ ചോദിച്ചു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നബിയെ അങ്ങും അങ്ങനെ തന്നെയാണോ എന്നാണ്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ കൊടുത്ത പ്രത്യുത്തരം, അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര ഉന്നതനായാലും ശരി, അള്ളാഹുവിന്റെ ഹബീബാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം,
ആ റഹ്മത്തില്ലാതെ ഞാൻ പോവുകയില്ല, എന്റെ അമല് കൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്ന് ഈ സമുദായത്തിന്റെ സമുദ്ധാരകനായ റഹ്മത്തുൽ ആലമീനായ നബി ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് അഹങ്കരിക്കാൻ, നമുക്കെന്ത് അമലാണുള്ളത്? ഇതല്ലേ നിലപാട്? എന്നിട്ട് ആ മലക്കെന്താ പറയുന്നത്? ഇന്നി അഅജബു അൻ റബ്ബി കുല്ല അമൽ ലം യുറദ് ബി റബ്ബി എന്ന, ലം യുറദ് ബിഹി റബ്ബി, എന്റെ റബ്ബിനെ ഓർക്കാതെ റബ്ബിനെ ചിന്തിക്കാതെ എടുത്ത എല്ലാ അമലുകളും എന്റെ അള്ളാഹുവിന് വേണ്ട. ആ അമലുകൾ എന്റെ റബ്ബ് മറച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയുള്ളൂ ഇവിടെ പ്രവേശനം, ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. ഇതുവരെ നിങ്ങൾ വന്നു കൊണ്ടുപോയി തിരിച്ചു പോവണം, ഇങ്ങോട്ട് വരേണ്ടതില്ല. അള്ളാഹുലേക്ക് ഈ അമലെത്താൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാനത് തടയിടുന്നു. ഇവൻ അള്ളാഹു തആലയെ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നമാ അറാദ ബി അമലിഹി ഗൈറല്ലാഹി തആല, ഈ അമലൊക്കെ അവൻ ചെയ്തു കൂട്ടിയെങ്കിലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലായിരുന്നു. പിന്നെന്താ? ഇന്നഹു അറാദ ബിഹി റിഫഅതൻ ഇൻദൽ ഫുഖഹാഇ വദിക്റൻ ഇൻദൽ ഉലമാഇ വസീതൻ ഫിദ്വൽ വദാരിസി, ഈ മൂന്ന് കാര്യം അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ അമലൊക്കെ അവൻ ചെയ്യുമ്പോഴും അവന്റെ ഉദ്ദേശം അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലയല്ല എന്നല്ലേ പറഞ്ഞത്? അവന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഫുഖഹാക്കളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഉയർച്ച, മറ്റുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ ഇവനെ കുറിച്ചുള്ളതായ സ്മരണകൾ, ഓർമ്മകൾ. സദസ്സുകൾ ചെല്ലുമ്പോഴും കോളേജുകളിലും മദ്രസകളിലൊക്കെ ഇവർ ഉന്നത സ്ഥാനം, ഈ നേടലായിരുന്നു ഈ ഇബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യം. അതവൻ നേടിയെടുത്തു. അങ്ങനത്തെ ഇബാദത്താണ്. ഈ ഇബാദത്ത് ഇവിടെ വേണ്ട, കൊണ്ടുപോ, ഇവിടുന്ന് അങ്ങോട്ട് വിടാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ പൂർത്തീകരിക്കുകയാണ്, പോവാൻ കഴിയൂല. ഹഫദത്തിന്റെ മലായികത്ത് ആ മലക്കിനെ ധിക്കരിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും ഇല്ല. മലക്കുകൾ അവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം അടിമകളാകുന്ന മലക്കുകളെക്കാൾ ഉന്നതരാക്കി വെച്ച നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുറ പോലെ ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ നീങ്ങുമെന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അമറനി റബ്ബി അല്ലാ അദഅ അമലഹു യുജാവിസുനി ഇലാ ഗൈരി, എന്റെ റബ്ബി എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട് എന്ത്? ഇത്തരം അമലുകൾ എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല, അത് കൊണ്ടുവരാൻ പാടില്ല, തട്ടിവിടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടിവിടുകയാണ്. എന്റെ അടുത്ത് വരെ എത്താനേ ഈ അമലിന് അധികാരമുള്ളൂ. ഇതിന്റെ ഉടമക്ക് ഒരു ഫലവുമില്ല, തിരിച്ചു പോവട്ടെ എന്ന് പറയും. വകുല്ലു അമലിൻ ലം യകുൻ ലിവജ്ഹില്ലാഹി തആല ഖാലിസൻ വഹുവ റിയാഉൻ, ഏതൊരു അമലും ആ അമലിന് അല്ലാഹു തആലാനെ ഉദ്ദേശമില്ലാതെ ചെയ്ത അമലുകൾ പിന്നെന്തായിരിക്കും? അത് ലോകമാന്യത്തിന് വേണ്ടി ചെയ്ത അമലുകളാണ്. ഞാനൊരു വലിയ ആബിലാണ്, ആബിദാണ്, പണ്ഡിതനാണ്, എല്ലാവരുടെ ഇടയിലും എനിക്കൊരു നാമം വേണം, പേര് വേണം, സ്ഥാനം വേണം എന്ന് മോഹിച്ച് ചെയ്ത അമലുകൾ അതൊക്കെ റിയായിൽപ്പെടും. റിയാഇന്റെ അമൽ അള്ളാഹ്ക്ക് വേണ്ട. വലാ യഖ്ബലുല്ലാഹു അമലൽ മുറാഇ, ലോകമാന്യന്മാരായി നടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രവൃത്തികൾ ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കുകയുമില്ല. അപ്പൊ 7 പേരുടെയും അമലുകൾ ഈ രീതിയിലായെങ്കിൽ അവരെ മുഴുവനും ഒന്നുമല്ലാതെയാക്കി വിട്ടെങ്കിൽ ഇനി നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞില്ല. ഇനി നേരെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. 7 ആകാശം വരെ കഴിഞ്ഞു. അവരെ ഏൽപ്പിക്ക പണി അവരും ചെയ്തു കഴിഞ്ഞു. ഇനി അള്ളാഹ്ക്ക് മാത്രം അറിയുന്നൊരു കാര്യമുണ്ട്. അവിടേക്ക് എത്തുമ്പോഴും അള്ളാഹു തആല സ്വീകരിക്കുന്നില്ല. വൻ അപകടം തന്നെയാണ്. ഖാല, ഹബീബായ നബി തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്, വതസ്അദുൽ ഹഫളതു ബിഅമലിൽ അബ്ദി മിൻ സ്വലാത്തിൻ വസകാത്തിൻ വഹജ്ജിൻ വഉംറത്തിൻ വസിയാമിൻ വഹുസ്നി ഖുലുഖിൻ വദിക്രില്ലാഹി തആല. അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലി സൽ സ്വഭാവിയായി നോമ്പെടുത്തു, ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, നിശ്ചിത മുതലുകൾക്ക് നിശ്ചിത കണക്ക് പ്രകാരം സക്കാത്ത് കൊടുത്തു, നിസ്കാരങ്ങൾ മുഴുവനും ചെയ്തു. അങ്ങനെയുള്ള അമലുമായി കൊണ്ടാണ് ഇനി ഹവലത്ത് എന്ന് പറയുന്ന വിഭാഗം കേറിക്കൊണ്ടിരിക്കുന്നത്. വതുസയ്യിഉഹു മലായികത്തുസ് സമാവാതി, അങ്ങനെ എല്ലാ ആകാശവും 7 ആകാശങ്ങളിലുള്ള എല്ലാ മലക്കുകളും ഈ അമലുകളെ അതാ കൂടെ തുടരുകയാണ്. എല്ലാവരും ആനയിച്ച് അണിയിച്ചു കൊണ്ടുപോവുകയാണ്. ഹത്താ യഖ്തൗ ബിഹിൽ ഹുജുബ കുല്ലഹാ ഇലല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താനുള്ള എന്തെല്ലാം മറകളുണ്ടോ അത് മുഴുവനും കഴിഞ്ഞു. അത് മുഴുവനും
കഴിഞ്ഞു മുറിച്ച് കളഞ്ഞ് അള്ളാഹുവിലേക്ക് ഈ അമലുമായി അവരെത്തി. ഫയഖിഫു ബൈന യദൈഹി, റബ്ബിന്റെ മുന്നിൽ അവർ നിൽക്കുന്നു. വയഷ്ഹദു ലഹു ബിൽ അമലി സ്വാലിഹിൽ മുഖ്ലിസ് ലില്ലാഹി, അവർ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, റബ്ബേ ഞങ്ങളിതാ സാക്ഷി നിൽക്കുന്നു, ഈ അമൽ സ്വാലിഹായ ഒരു അമലാണ്, മാത്രമല്ല നിന്നെ മാത്രം വിചാരിച്ച് ഇഖ്ലാസോടുകൂടി ചെയ്ത സ്വാലിഹായ ഒരു മനുഷ്യന്റെ അമലുമായിട്ടാണ് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, ഇതിന് ഞങ്ങൾ സാക്ഷിയാണെന്നത് വരെ അള്ളാഹുവിന്റെ മുന്നിൽ ഈ മലായികത്തുകൾ നിൽക്കും. അപ്പോൾ അള്ളാന്റെ മറുപടി എന്താ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മുഅ്മിനുകളെ. ഫയഖൂലുല്ലാഹു തആല ലഹും, അപ്പോൾ രാജാതിരാജനായ റബ്ബിനറിയാമല്ലോ ഒരു അടിമയുടെ മനസ്സ്. മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ട പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി അള്ളയാണ് പറയുന്നത്, ആ അള്ളയാണ് മനസ്സറിയുന്നവൻ. അതാ അല്ലാഹു തആല പറയുന്നു, ഇത് മുഴുവൻ അല്ലാഹു തആല അവരോട് പറയും, അൻതുമുൽ ഹഫദതു അലാ അമലി അബ്ദി എന്ന. അള്ളാന്റെ മറുപടി നോക്കണം, നിങ്ങളെ എന്റെ അടിമയുടെ അമല് സൂക്ഷിക്കുക, അത് കൊണ്ടുവരിക, ഇത് മാത്രമാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അടിമയുടെ ഉള്ളെന്താണ്, അമലെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണോ അത് എനിക്കറിയാം, അത് നിങ്ങളല്ല നിരീക്ഷിക്കേണ്ടത്, ഞാനാണ് നിരീക്ഷിക്കുന്നവൻ എന്ന് അല്ലാഹു തആല ഈ സാക്ഷി നിന്ന് ഹഫളത്തിന്റെ മലായികത്തിനോട് മറുപടി പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന വാക്യം ഗൗരവമായി നമ്മൾ ആലോചിക്കുക. ഇന്നഹു ലം യുരിദിനി ബിഹാദൽ അമലി, ഈ അമല് കൊണ്ട് ഒരിക്കലും എന്നെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല. വഅറാദ ബി ഗൈരി, ഞാനല്ലാത്ത ആളുകളെയാണ് ഈ അമല് കൊണ്ട് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്നെ കൊണ്ട് ഒരിക്കലും അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ അമല് മടക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന പണി, അല്ലാഹു തആല ചെയ്യുന്ന പണി എന്താണ്? ഫഅലൈഹി ലഅനതി, ഇവന്റെ പേരിൽ എന്റെ ശാപമുണ്ട്, എന്റെ റഹ്മത്തില്ല. ഇങ്ങനെ അല്ലാഹു തആല ഈ ശാപവചനം പറയുമ്പോൾ അതാ മലായികത്തും പറയുന്നു, ഫതഖൂലുൽ മലായികത്തു കുല്ലുഹാ, ആകാശലോകത്തുള്ള സർവ്വ മലായികത്തും പറയും, അലൈഹി ലഅനതുക വലഅനതുനാ, റബ്ബേ നിന്റെ ലഅനത്തും ഞങ്ങളെ ലഅനത്തും അവന്റെ മേലുണ്ടാവട്ടെ. ഇത് കേൾക്കുമ്പോൾ തഖൂലു സമാവാതു കുല്ലുഹാ, ആകാശവും പറയുകയാണ് എന്തെന്നറിയാമോ? അതുപോലെ അലൈഹി ലഅനത്തുല്ലാഹി വലഅനതുനാ, അല്ലാഹുവിന്റെ ശാപവും ഞങ്ങളെ ശാപവും അവന്റെ മേലുണ്ടായിരിക്കട്ടെ. ഫതൽഅനഹു സമാവാതു സബ്ഉ വമൻ ഫീഹിന്ന, 7 ആകാശങ്ങളും അതിലുള്ള സർവ്വ ആളുകളും ഇത്തരം ആളുകളെ ക്ഷമിക്കുകയാണ്. ഇങ്ങനെ ഈ സംഭവം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിവരണത്തിൽ കാണുന്നു. അവസാനം അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴും രക്ഷയില്ല. എത്ര സുന്ദരമായ അമലായിരുന്നു, മലക്കുൽ സാക്ഷി അമലല്ലേ. അപ്പൊ അല്ലാഹു തആല തീരുമാനിക്കണം, അള്ളാഹുവിന്റെ തീരുമാനത്തിനാണ് വിട്ടുകൊടുക്കേണ്ടത്, അല്ലാതെ ആര് തീരുമാനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ദുനിയാവിൽ പ്രശംസിച്ചിട്ട് കാര്യമില്ല, അള്ളാഹുവിന്റെ മുന്നിലായിരിക്കണം ഒക്കെ. അതുകൊണ്ടാണ് അസൂയയും ദിയാവും ഒന്നും വേണ്ട, ഒഴിവാക്കണം. അതിന് ഉൾക്കൊള്ളുന്ന രീതിയിൽ സുദീർഘമായി ഹദീസ് ഈ ഷറഹിന്റെ മുസന്നിഫ് ഇവിടെ കൊണ്ടുവരാൻ കാരണവും. അപ്പോ അള്ളാഹുവിന്റെ ശാപം, മലായികത്തിന്റെ ശാപം, 7 ആകാശവും അതിലുള്ള എല്ലാ ആളുകളുടെയും ശാപവചനം അവിടെ വരികയാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ ഏവരെയും അവന്റെ റഹ്മത്ത് കൊണ്ട് കനിയട്ടെ. ഇത്തരം അപകടങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ അമലുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് കേട്ടാൽ മുആദ് റളിയല്ലാഹു തആല അൻഹു എന്താ പറയാ? ആദ്യം തന്നെ അബ്ദുല്ലാ ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ അബ്ദുല്ലാ ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താ? മുആദ്, നിങ്ങൾ നബിയിൽ നിന്ന് കേട്ടതായ ഒരു ഹദീസ് പറഞ്ഞു തരൂ എന്നാ. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കരയണ്ടേ? ഇത് കേട്ട കരയൂലേ? അത്രയും പേടിച്ചുപോയി. സ്വഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ നേർക്കുനേരെ കണ്ട് വഹയിന്റെ പ്രകാശം ഏറ്റ് ജീവിച്ച മഹാനാണ് മുആദ് റളിയല്ലാഹു അൻഹു. ആ മുആദ് റളിയല്ലാഹു തആല കരഞ്ഞെങ്കിൽ നമ്മൾ എത്ര കരഞ്ഞാലും മതിയാവുകയില്ല.
ആ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്. വഅന മുആദ്, ഞാൻ മുആദാണ്, പാവപ്പെട്ട സാധുവാണ് ഞാൻ. കൈഫ ലി ബിൻ നജാതി വൽ ഖലാസ്, നബിയെ എനിക്ക് എങ്ങനെയാണ് രക്ഷ, എങ്ങനെയാണ് വിജയം, ഒന്ന് പറയുമോ നബി എന്ന് സങ്കടത്തോടുകൂടി ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ നമുക്കും പാഠമാക്കിക്കൊണ്ട് അതാ മഹാനായ നബി തങ്ങൾ പറയുന്നു, നഅം യാ മുആദ്, അതേ മുആദേ, രക്ഷയുണ്ട്, രക്ഷയുണ്ട് മുആദേ, പേടിക്കണ്ട. ഇഖ്തദി ബി, നീ എന്നെ തുടരുന്ന, എന്നോട് തുടരൂ. ഉണ്ടോ, നബിനോട് തുടരാനാ പറഞ്ഞത്. ആ നബിനോട് തുടരണം. ആ നബിനോട് തുടരൽ നമ്മൾ എങ്ങനെയാ? നബിനോട് തുടർന്ന് കാണിച്ച നമ്മുടെ അയിമ്മത്തുകൾ, താബിയുകൾ, നമ്മുടെ ഉപ്പാപ്പമാര് വഴിക്ക് കിട്ടിയ ആ സുന്നത്തായ നല്ല പാത, അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതിലൂടെ തുടർന്നങ്ങ് ജീവിച്ചാൽ നബിയെ തുടരായി. അതല്ലേ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മുആദേ നീ എന്നോട് തുടരൂ, എന്നാ രക്ഷയുണ്ട്. വഇൻ കാന ഫീ അമലിക തഖ്സീറു യാ മുആദ്, മുആദേ തന്റെ അമലിൽ ചുരുക്കം സംഭവിച്ചാൽ, ഹാഫിളുൻ അലാ ലിസാനിക മിനൽ വഖീഅതി ഫീ ഖുവാനിക മിൻ ഹമലത്തിൽ ഖുർആനി ഖാസതൻ, നിന്റെ അമലിൽ വല്ല വീഴ്ചയും ന്യൂനതയും സംഭവിക്കുകയാണ് എങ്കിൽ, ഹാഫിളുൻ നീ സൂക്ഷിച്ചോ, അലാ ലിസാനിക നിന്റെ നാവിനെ നീ നല്ലോണം സൂക്ഷിക്കണേ മുആദേ, മിനൽ വഖീഅതി ഫീ ഖുവാനിക നിന്റെ സഹോദരന്മാരെ പറ്റി വേണ്ടാത്തതിലേക്ക് നിന്റെ നാവ് വരും, അത് പറയരുതേ, സൂക്ഷിച്ചോ, ഇടപെടരുത്, നല്ല കാര്യമല്ലാതെ. മിൻ ഹമലത്തിൽ ഖുർആൻ ഖാസത്തൻ, പ്രത്യേകിച്ച് വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നിർദ്ദിഷ്ടമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, അവരെ കുറിച്ച് പോലും വേണ്ടാത്തത് പറയാൻ മുആദേ ശ്രമിക്കരുത്. വഹ്മിൽ ദുനൂബക അലൈക, നീ ചെയ്തു കൂട്ടിയ നിന്റെ പാപങ്ങൾ നിന്റെ മേൽ തന്നെ നീ ചുമത്തണം. വലാ തുഹമ്മിൽഹാ അലൈഹിം, അത് മറ്റുള്ളവരുടെ മേൽ കൊണ്ടേ ചുമത്തരുത്. ചെയ്ത തെറ്റ് നീയാണെങ്കിൽ നീ തന്നെ സമ്മതിക്കൂ, അതിന് പരിഹാരം നീ കാണണം, അത് മറ്റുള്ളവരുടെ മേൽ കൊണ്ടേ ചുമത്തരുത്. വലാ തുസക്കി നഫ്സക ബിദമ്മിഹിം, ജനങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നീ ശുദ്ധനാവാൻ നിൽക്കരുത്. നിന്റെ ശരീരം നീ ശുദ്ധി വരുത്തുന്നു, മറ്റുള്ളവരെ ആക്ഷേപിച്ച് അതൊരിക്കലും ചെയ്യരുതേ. വലാ തർഫഅ നഫ്സക അലൈഹിം, സാധുജനങ്ങളെക്കാൾ നിന്റെ ശരീരത്തെ നീ ഉയർത്തരുതേ മുആദേ, നീ ഉന്നതനാണെന്ന് വിചാരിക്കരുത്, അങ്ങനെ ആവാൻ പാടില്ല. വലാ തുറാഇ ബിഅമലിക, നിന്റെ അമലുകൾ കൊണ്ട് നീ ലോകമാന്യനാവരുത്. കൈ തുഅറബ ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നീ പ്രശസ്തനാവാൻ വേണ്ടി അമല് കൊണ്ട് ഉദ്ദേശിക്കണ്ട. വലാ തുദ്ഖിൽ അമലദ് ദുനിയാവി അമലിൽ ആഖിറതി, ആഖിറത്തിലേക്കുള്ള അമൽ, ദുനിയാവിന്റെ അമൽ നീ ഒരിക്കലും കടത്തി വിടരുത്. ദുഖൂലൻ യുൻസീക അംറൽ ആഖിറതി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യത്തെ മറപ്പിച്ച് കളയും, ആഖിറത്തിലേക്കുള്ള നിന്റെ ചിന്ത ആകെ കളയും. അങ്ങനെ ആഖിറത്തിലേക്കുള്ള ചിന്തയെ കളയുന്ന വിധം ആഖിറത്തിലുള്ള അമലിലേക്ക് ദുനിയാവിന്റെ അമലിനെ നീ ഒരിക്കലും കൊണ്ടുവരരുത്. ദുനിയാവിൽ ജീവിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധ ആഖിറത്തെക്കുറിച്ചായിരിക്കണം. വലാ തതകബ്ബർ ഫീ മജ്ലിസിക കൈ യഹ്ദറന്നാസു മിൻ സൂഇ ഖുലുഖിക, നീ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് അഹങ്കരിക്കരുത്. എന്തിന്? നിന്റെ ദുഷിച്ചതായിരിക്കുന്ന സ്വഭാവം കാരണം സദസ്സിലുള്ള ജനങ്ങൾ മുഴുവനും നിന്നെ പേടിക്കും. അങ്ങനെ പേടിക്കുന്നൊരവസ്ഥയുണ്ടാക്കി വെക്കരുതേ മുആദേ. വലാ തുനാജി റജുലൻ വഇൻദക ആഖറു, നിന്റെ കൂടെ ഒരാളുണ്ടായിരിക്കെ മൂന്നാളുണ്ടാകുന്ന സമയത്ത് നീ ഒരാളോട് മാത്രം സ്വകാര്യം പറയുക, മറ്റുള്ളവരെ മാറ്റി നിർത്തുക ചെയ്യരുതേ, അപകടമാണ്. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തി പോലും ഉണ്ടാവരുത് എന്നാണ് ഈ സൂചന. വലാ തതഅല്ലം അലന്നാസി, നീ ജനങ്ങളെക്കാൾ വലിയ സ്ഥാനമുള്ളവനാണെന്ന് വിചാരിക്കണ്ട. ഫതൻഖത്യഅൻക ഖൈറാത്തുദ് ദുനിയ വൽ ആഖിറതി, ഇതൊക്കെ ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും പല ഗുണങ്ങളുമുണ്ട്, അത് മുഴുവനും നിന്നെ തൊട്ട് മുറിഞ്ഞു പോകും. വലാ തുമസ്സിഖിന്നാസ ബിലിസാനിക, നിന്റെ നാക്കുകൊണ്ട് ജനങ്ങളെ ഒരിക്കലും നീ പിച്ചിച്ചീന്തരുതേ. സിംഹം വേഗ ചിന്നിച്ചിതറി കീറി വലിക്കുന്നത് പോലെ
നിന്റെ നാക്കുകൊണ്ട് ജനങ്ങളെ കീറി മുറിക്കാൻ നീ നിൽക്കണ്ട. ഫതുമസ്സിഖക കിലാബുൻ നാരി യൗമൽ ഖിയാമത്തി ഫിന്നാർ. അങ്ങനെ എങ്ങാനും നീ ചെയ്താൽ നീ മരിച്ച് അന്ത്യദിനത്തിൽ വരും. അതിനാൽ കിട്ടുന്ന ഫലം നരകമായിരിക്കും. ആ നരകത്തിൽ തീ മാത്രമല്ല ഉള്ളത്, അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അതിൽ തീയാനുള്ള നായക്കളുണ്ട്. ആ നായക്കൾ നിന്നെ കടിച്ചു കീറി ചിന്ന ഭിന്നമാക്കി എറിയും. അതെ قال الله تعالى അല്ലാഹു തആല പറഞ്ഞല്ലോ വന്നാഷിതാതി നഷ്താ എന്ന് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? ഹൽ തദ്രി മാ കുന്ന യാ മുആദ്. ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, മുആദേ നിനക്കതറിയുമോ? പറയൂ മുആദേ, അതിനെന്താണ് വന്നാഷിതാതി നഷ്താ എന്നുള്ളത് നിനക്കറിയുമോ മുആദേ? ഖുൽതു ഞാൻ പറഞ്ഞു, മാ ഹുന്ന ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്താണ് അവകൾ? എന്റെ ഉമ്മയും ബാപ്പയും അങ്ങേക്ക് ദണ്ഡം. ഏതാണ് നബിയെ അവർ? എന്താണ് നാഷിതാത്തി നഷ്ത? എനിക്കറിയൂല നബിയെ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കിലാബും ഫിന്നാർ, അത് നരകത്തിലുള്ള നായക്കളാണ്. യൻഷിതുൽ ലഹ്മ മിനൽ അളമി, എല്ലിൽ നിന്ന് മാംസത്തെ കീച്ച് വലിച്ചു തിന്നുന്ന വിഭാഗമാണ് ആ നായക്കൾ. നമ്മൾ കുറുക്കന്മാരും അതുപോലെ തന്നെ ചന്നായക്കളും പുലികളും കടുവയും സിംഹവും വേട്ടയാടി പിടിക്കുന്ന മൃഗത്തിന്റെ എല്ലിൽ നിന്ന് അതിന്റെ മാംസം ഊരിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്നതുപോലെ നിന്റെ മാംസത്തെ എല്ലിൽ നിന്ന് ഊരിയെടുത്ത് കടിച്ചു വലിക്കുന്ന നായക്കൾ നരകത്തിനുണ്ട്. ഈ ദുന്യാവിലെ നായക്കളല്ലാ നായക്കൾ മേത്തുനിന്ന് വേറിടൂല. ശ്രദ്ധിച്ച മുആദേ എന്ന് ഗൗരവമായി കൊണ്ട് തന്നെ നബി തങ്ങൾ പറയുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, ബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. നബിയെ എന്റെ ഉമ്മയും ബാപ്പയും അങ്ങേക്ക് ദണ്ഡമാണ്. നബിയെ മൻ യുതീഖു ആദിൽ ഖിസാല വമൻ യൻജു മിൻഹാ, ആർക്കാ നബിയെ ഇതൊക്കെ സൂക്ഷിക്കാൻ കഴിയാ? ആരാണ് ഇത്തരം കാര്യങ്ങളെ തൊട്ട് രക്ഷപ്പെടുക നബിയെ? അപകടമാണ്. എന്ത് ചെയ്യും നബിയെ? ആലോചിച്ചിട്ട് പിടുത്തമില്ല. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നബിയെ? നബിയോടല്ലേ ചോദിക്കേണ്ടത്? രക്ഷയുടെ മാർഗം നബി നൽകണ്ടേ? ഇതൊക്കെ നമ്മളിൽ ഉള്ളതല്ലേ? എന്താ മാർഗം? ഫഖാല കൊടുത്തു. എന്തെന്നറിയാമോ? യാ മുആദ്, മുആദേ ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. ഇത്രേ പറയാൻ കഴിയും മുആദേ, ഇതൊക്കെ എളുപ്പമാണ്. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ തൊട്ട് എളുപ്പമാക്കാൻ ഉദ്ദേശിച്ച അടിമ ആരുണ്ടോ അവർക്ക് അള്ളാഹു തആല ഇതൊക്കെ എളുപ്പമാക്കി കൊടുക്കും. ആ വിഭാഗത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വയഗ്ഫീക മിൻ ദാലിക, ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് മതി മുആദേ. അൻ തുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക വതക്റഹു ലഹും മാ തക്റഹു ലിനഫ്സിക. ഒരൊറ്റ പോയിന്റിലാ റസൂലുള്ളാഹി അവസാനം ഒതുക്കിയത്. നിനക്ക് വേണ്ടി ഗുണമായി നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതൊക്കെ മറ്റു ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടുക. നിന്റെ ശരീരത്തിന് വേണ്ടി നീ എന്തൊക്കെ വെറുക്കുന്നുണ്ടോ ആ വെറുക്കുന്ന എല്ലാ അനിഷ്ട കാര്യങ്ങളും മറ്റുള്ളവർക്കും അനിഷ്ടമായി കാണുക. ഏറ്റവും നല്ല പോയിന്റ് ഇതായിരിക്കാം. ഇതിലെല്ലാം ഉൾപ്പെടുത്തി ഹബീബായ നബി തങ്ങൾ ഇതാണ് വേണ്ടത്. ഫൈദാ അൻത ഫഖദ് സലിംത. ഇതുപോലെ നീ ജീവിക്കുകയാണെങ്കിൽ മുആദേ നീ രക്ഷപ്പെട്ടു എന്ന് ഹബീബായ നബി തങ്ങൾ സുദീർഘമായ ഹദീസിലൂടെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ആ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹബീബായ നബിയുടെ സംഭാഷണവും ഈ സുദീർഘമായ ഹദീസിലൂടെ നമ്മൾ കേട്ടു. ഇങ്ങനെ എത്ര ധാരാളം ഹദീസുണ്ട്, അത് മുഴുവൻ ഇവിടെ കൊണ്ടുവരേണ്ടതില്ല. 2.5 പേജോളം നീണ്ടു നിൽക്കുന്ന ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നു. ഇത് തന്നെ മതിയല്ലോ ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും മനസ്സിലാക്കാൻ ധാരാളം എന്നാണ് ബഹുമാനപ്പെട്ട ശറഹിന്റെ മുസന്നിഫ് നമ്മോട് പറയുന്നത്. നോക്കൂ, ഖാല ഖാലിദ് ബിൻ മഅദാൻ, ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ റഅയ്തു അഹദൻ അക്സറ തിലാവത്തൻ ലിൽ ഖുർആനി മിൻ മുആദ് ലിഹാദൽ ഹദീസ്. ഈ ഹദീസ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. ഇങ്ങനെ ഉൾക്കൊണ്ടതിന്റെ ഫലമായി മുആദ് റളിയല്ലാഹു തആല അൻഹു അധികം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. മുആദ് അല്ലാതെ അതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ മുആദ് റളിയല്ലാഹു അൻഹു അധികവും ഖുർആൻ ഓതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഖുർആൻ ഓത്തിലൂടെ തന്നെ എല്ലാം നേടിയെടുക്കാൻ കഴിയും.
വല്ലാത്തൊരു ചിന്ത. ഈ ഒരു ചിന്തയാണ് നമ്മെ മഹാൻ ചിന്തിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഒരു ഉപദേശം ബഹുമാനപ്പെട്ടവർ നൽകുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ വരാം. അള്ളാഹു ഈ പറഞ്ഞതും കേട്ടതും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്ന ന്യൂനതകളും പോരായ്മകളും നികത്തുക, ചൂണ്ടിക്കാണിക്കുക, പരിഹരിക്കാൻ അള്ളാഹുവിന്റെ കൈ തൗഫീഖ് കൊണ്ട് നമുക്ക് ശ്രമിക്കാം. അള്ളാഹു കരുണ ചെയ്യട്ടെ. ഇതിലുള്ള എല്ലാ ആളുകൾക്കും ഖൈറും ബർക്കത്തും നൽകി നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ജന്നാത്തുൻ നഈമിൽ ഹബീബാ നബിയുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.